സാർ ഒരുവിധം എല്ലാ മലയാളം ആക്ടേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോമ്പിനേഷൻ സാറിന് സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ആക്ടർ ഡയറക്ടർ കോംബോ ഇല്ല. അങ്ങനെ ഒരു കാലത്തായിരുന്നു സാറും വരുന്നത്. ഒരു ആക്ടർ ഡയറക്ടർ കോംബോ അവരുടെ ഹിറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. പക്ഷേ സാറിന് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആക്ടർ ഡയറക്ടർ, പക്ഷേ അനൂപ് മേനോൻ, ജയസൂര്യ ഇവരുടെ കൂടെയൊക്കെ ഒന്നിൽ കൂടുതലധികം സിനിമ ചെയ്തിട്ടുണ്ട്. ചാക്കോച്ചൻ ചെയ്തിട്ടുണ്ട് സിനിമ, ഇന്ദ്രിയത്ത് 6-7 സിനിമ ചെയ്തിട്ടുണ്ട്, മമ്മൂക്ക ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, പിന്നെ രാജു ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ഫഹദ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, പിന്നെ ബാക്കിയുള്ളവരും ഇപ്പോൾ ചാക്കോച്ചൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, സൈജു കുറുപ്പ് ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്, അശോകനോട് കൂടെ പടം ചെയ്തിട്ടുണ്ട്. മോഹൻലാലിന്റെ ലിസ്റ്റ് കണ്ടില്ല. ഇല്ല, മോഹൻലാൽ സാറിനൊക്കെ ഇപ്പൊ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ ബുക്ക് കൊടുത്തിട്ടുണ്ട് സാറിന്, അത് വായിച്ചിട്ട് അത്രേ ഉള്ളൂ. അതൊന്നും അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല അതൊന്നും. കാരണം ഇറ്റ് ഈസ് സിനിമക്ക് വേണ്ടി ആക്ടേഴ്സിനെ ചൂസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അല്ല? അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ ഓരോ സിനിമയുടെ കഥ കേൾക്കുമ്പോഴാണ്, ഞാനിപ്പോൾ അധികം ഫീമെയിൽ ഓറിയന്റഡ് സിനിമകളാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്ത മറ്റുള്ള സിനിമകളിലും ഫീമെയിൽ പെർസ്പെക്റ്റീവ് സ്ട്രോങ് ആയിരുന്നു. ഇപ്പം പുനരധിവാസം എടുത്ത നന്ദിത ദാസ്, ഹണി റോസ്, ബ്യൂട്ടിഫുൾ മേഘന രാജ്, അങ്ങനെ ഓരോരുത്തരും നമ്മൾ ഈ ഫീമെയിൽ ഓറിയന്റഡ് ക്യാരക്ടേഴ്സ് ഞാൻ അന്ന് മുതലേ ചെയ്തു. അല്ലെങ്കിൽ തന്നെ സിനിമകളിൽ ഫീമെയിൽ ക്യാരക്ടറിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് എനിക്ക് തോന്നി ഈ ഫീമെയിൽ ഓറിയന്റഡ് സ്റ്റോറീസ് നമ്മൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പണ്ടുണ്ടായിരുന്നു. പണ്ട് സാഹിത്യകൃതിയിൽ നിന്നൊക്കെ സിനിമകൾ ഉണ്ടാക്കിയപ്പോൾ അന്ന് ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നി ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്നുണ്ട് ഈ ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്ട്സ്. അങ്ങനെയാണ് ഞാനിപ്പോൾ കുറച്ചായിട്ട് ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്ട്സിലേക്ക് കയറുന്നത്. ഓക്കെ, സാറിൻ്റെ ഈ സിനിമകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ മലയാള സിനിമയ്ക്ക് പുതുതായിട്ട് എന്തൊക്കെയൊക്കെ പരിചയപ്പെടുത്തിയ സിനിമയാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം ലോഡ്ജ് എടുത്തു കഴിഞ്ഞാൽ മലയാളത്തിലെ ആദ്യത്തെ ന്യൂജൻ സിനിമ എന്നുള്ള വിശേഷണം ന്യൂജൻ സിനിമ ട്രിവാൻഡ്രം ലോഡ്ജ് ഒന്നുമല്ല. ന്യൂജൻ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ പണ്ടേ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ, ലൈക്ക് അന്ന് ഇൻഡോർ ആയിരുന്നു, ഔട്ട്ഡോർ എടുത്തു. പിന്നെ അങ്ങനത്തെ എത്ര സിനിമകൾ, പുനർജന്മം, ഈ ഒരു കാലത്തെയാണ് ഞാൻ പറയുന്നത്. പുനർജന്മം അന്നത്തെ ഏറ്റവും വലിയൊരു പുതിയ സംവിധായകർ. അതായത് ട്രിവാൻഡ്രം ലോഡ്ജ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള അതിന് മുമ്പ് അതിന് ശേഷം അങ്ങനത്തെ ഒരു കഥ വന്നിട്ടില്ല, അങ്ങനത്തെ ഒരു സിനിമ പറഞ്ഞിട്ടില്ല. മലയാളത്തിന് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചല്ലോ. ഞാൻ റോക്ക് സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, അത് അധികം വർക്കായില്ല. പക്ഷേ പിന്നീട് യൂട്യൂബിൽ നന്നായിട്ട് വർക്കായ സിനിമയാണ്. അതൊരു ഫീമെയിൽ ഓറിയന്റഡ് വൺ നൈറ്റ് സ്റ്റാൻഡിനെ പറ്റി പറഞ്ഞ പടം. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് കാണാൻ പറ്റില്ല. ആൾക്കാർക്ക് ദേ ഹാവ് ദറ്റ് ഇനിബിഷൻ. അതുപോലെ തന്നെയാണ് മുലവള്ളി, 2 കല്യാണം കഴിക്കാത്ത ഒരാണും പെണ്ണും ഒന്നിച്ച് താമസിക്കുന്നത്. അത് പാരന്റ്സിന്റെ അവർ അലവ് ചെയ്തില്ലെങ്കിൽ ദേ ഡോണ്ട് ബി ടുഗദർ എന്ന് പറയുന്ന, അങ്ങനെ എല്ലാവരും പുനരധിവാസം മീൻസ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ലിവിങ് ടുഗദർ. അങ്ങനത്തെ സബ്ജക്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബെൻസിൽ ചെയ്യാമോ, അംബാസഡർ ബെൻസിൽ ചെയ്യാമോ, അതൊക്കെ. ഓക്കെ, ഈ മുല്ലവള്ളിയും തെന്മാവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ സിനിമയിൽ ഉപയോഗിച്ച ആ സ്കൾപ്ചറുകളുണ്ടല്ലോ, അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടോ? അതുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ മുല്ലവള്ളിയിൽ അത് സ്ക്രീൻ പ്ലേ ഉണ്ടായിരുന്നു. പക്ഷേ അതെന്താ വെച്ചാൽ അതിന് നല്ലൊരു ആർട്ടിസ്റ്റിക് വർക്ക് വേണം. ബോട്ട് ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഇത്രയും ഉയർന്ന സ്റ്റാച്ചു ഉണ്ടാക്കണം. അതായത് കടലിലേക്ക് ത്രസ്റ്റ് ചെയ്ത് നിൽക്കുന്ന, അതുപോലെ തന്നെ അതിൽ സിനിമറ്റോഗ്രാഫിയിൽ ഞങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അതാണ് ഒരു ഗ്രാഡ് ഇട്ട് ഞങ്ങൾ ലാബിലിട്ട് ടെസ്റ്റ് ഇട്ടിട്ടാണ് മുല്ലയുടെ ലുക്ക് ഫിക്സ് ചെയ്തത്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മൻമോഹൻ ആൻഷൻ എന്ന് പറഞ്ഞിട്ട് കാൻസിലേക്ക് അവാർഡ് വിന്നിങ് ചെയ്തിട്ടുള്ള അഡ്വർടൈസിങ് ഗായാണ്. അപ്പോൾ അവൻ സ്കൾപ്ചറാണ്, അവൻ മാസ്കുകൾ ഉണ്ടാക്കും. അപ്പോൾ അവനെ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ഡിസൈൻ ചെയ്തത്. ഈ തോണി ഡിസൈൻ ചെയ്തത്, സ്കൾപ്ചർ ഡിസൈൻ ചെയ്തത്, അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയത്. അതിനുശേഷം ബാവ വന്നു, ആ ഡയറക്ടർ ബാവ വന്നിട്ടാണ് അത് കംപ്ലീറ്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തത്. ആ ബോട്ട് ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ സ്റ്റാച്ചു ഉണ്ടാക്കിയത്, ഉയരം അവൻ കോൺക്രീറ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ പെട്ടെന്ന് പോകും, രാവിലെ വരുമ്പോൾ സ്റ്റാച്ചു ഉണ്ടാവുന്ന അറിയില്ല. ആസ് ഈ സെഡ് എവറി ഡേ രാവിലെ വന്ന് നോക്കും, എല്ലാവരും വരുന്നുണ്ട്, ഈ ബോട്ട് അവിടെ ഉണ്ടോ, സ്റ്റാച്ചു അവിടെ ഉണ്ടോ എന്ന് നോക്കും. ആ സിനിമയ്ക്ക് അവർക്ക് 2 ആൾക്കും കൂടെ ആർട്ട് ഡയറക്ടറിന് സംസ്ഥാന അവാർഡ് കിട്ടി. അതെ, ഈ പറയുമ്പോൾ ആ സിനിമയിലെ പാട്ടും കൊറിയോഗ്രാഫി വന്നിട്ട് ചെയ്തത് സിനിമ കൊറിയോഗ്രാഫേഴ്സ് അല്ല, കോകിലാൻ മോഹൻ എന്ന് പറഞ്ഞിട്ട് മേജർ സുന്ദരരാജൻ എന്ന് പഴയ തമിഴ് ആക്ടർ ഉണ്ടായിരുന്നു, അയാളുടെ മകനാണ്. അവര് കോകിലയും സുന്ദരനും, ഗൗതം ആൻഡ് കോകില, ദർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അവർ ഈ ജാസ് അങ്ങനെയുള്ള കൊറിയോഗ്രാഫിയിൽ, ബ്ലൂസ് ജാസിലൊക്കെ കൊറിയോഗ്രാഫിയിൽ എക്സ്പേർട്സ് ആണ്. അപ്പോൾ ഞങ്ങൾ ട്രാക്ക് ചെയ്തപ്പോൾ തന്നെ അസോസിയേഷനോട് ഞങ്ങൾ എന്താ ചോദിച്ചാൽ, ഞങ്ങൾ ബ്ലൂസ് വേണമെന്ന് പറഞ്ഞിട്ട് പം 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 ഇങ്ങനെ വെറുതെ പുള്ളി പ്ലേ ചെയ്യും. പ്ലേ ചെയ്തുമ്പോൾ അതിൽ അസോസിയേഷൻ ജാം ചെയ്യും, അങ്ങനെ ജാം ചെയ്തിട്ട് അതുണ്ടാക്കിയപ്പോഴാണ് ഗിരീഷിനെ വിളിച്ച്
ഓക്കെ. ഗിരീഷ് ഇമീഡിയറ്റ് ആയിട്ട് എഴുതി. ആ പാട്ടൊക്കെ ആ സമയത്ത് ഭയങ്കര ഗിരീഷ് എനിക്ക് വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇപ്പോഴും വിക്കപ്പേ താമര നൂലിനാൽ പറഞ്ഞൊരു ആ ഗിരീഷ് എക്സ്പ്ലെയിൻ ചെയ്യും. ഓ അത് ഭയങ്കരമാണ്, ഓരോ ലിറിക്സിന്റെ ബ്യൂട്ടി അവൻ എക്സ്പ്ലെയിൻ ചെയ്യും. ആ സിനിമ ഉണ്ടായി വരുന്ന എല്ലാ സ്റ്റേജിലും നമുക്ക് ഈ ഇതുണ്ടല്ലോ. അയ്യോ അത് ഭയങ്കര അതിപ്പോ ഇന്നില്ല. അത് അന്ന് ഇരുന്നിട്ട് കമ്പോസ് ചെയ്യും നമ്മളെല്ലാവരും കൂടി ഇന്നതില്ല. അത് പണ്ട് അവർ ഹോട്ടൽ റൂമിലൊക്കെ ചെയ്ത് സ്റ്റുഡിയോയിൽ പോയിരുന്നു. പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ ഇരുന്ന് കമ്പോസ് ചെയ്യുന്ന സമയമായി. എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ സംഗീതം പറക്കുന്നു, അവിടെ എഴുത്ത് നടക്കുന്നു. അങ്ങനെ പിന്നെ ഞാനിപ്പോൾ നാളൊരു പടം ചെയ്തതിൽ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ഒരു 11 കൊല്ലമായി ചെയ്തിട്ട് അത് വെളി വന്നിട്ടില്ല പടം. അതെങ്ങനെ വെച്ചാൽ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് ഔസോപ്പിനോട് ഞാൻ ട്രാക്ക് ചെയ്യാൻ പറഞ്ഞു. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതിൽ എന്താണ് പുള്ളിക്ക് തോന്നുന്നത് അതനുസരിച്ചിട്ട് മ്യൂസിക് ഇട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ട്രാക്ക് ഇട്ട് എനിക്ക് തന്നു. ഓരോ സീൻ 1, സീൻ 2, സീൻ 3 പുള്ളിയുടെ മനസ്സിൽ ആ സീൻ വായിച്ചപ്പോൾ ഉണ്ടായ ഇമോഷൻ, ആ ഇമോഷൻ ഞാൻ പ്ലേ ചെയ്തിട്ട് 2 ക്യാമറ വെച്ചിട്ട് ആക്ടേഴ്സിനെ പെർഫോം ചെയ്ത് ഷൂട്ട് ചെയ്തു പ്ലേ മാതിരി. ഇങ്ങനെയാണല്ലേ സാറിന്റെ സിനിമകൾ? ഞാൻ അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യം. ഇതിലും ഒരു വലിയ സർപ്രൈസ് ഉണ്ട്. ഞാൻ 24-ാം തീയതി പൊട്ടിക്കും. 23-നാണ് സിനിമ റിലീസ്. 24 ഞാൻ പൊട്ടിക്കും. വലിയൊരു സർപ്രൈസ്. മലയാളത്തിൽ ആദ്യത്തെ ഒരു സംഭവം മാറുന്നത്.